കൂടുതൽ പണം നൽകിയ പാർട്ടിക്ക് സന്ദീപ് സ്വയം തൂക്കി വിൽക്കുകയായിരുന്നുവെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പ്രസ്ഥാനത്തെ വഞ്ചിച്ചു പോയ ഒരാളുടെ കൂടെ അയാളുടെ നിഴൽ പോലും ഉണ്ടാകില്ല. തങ്ങളാരും സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല പാർട്ടിയിലെത്തിയത്. കോൺഗ്രസ് പ്രവേശനത്തിലൂടെ SDPIയുമായാണ് സന്ദീപ് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കാലുമാറ്റം ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. സന്ദീപ് വാര്യർ BJP വിട്ടുപോയി, ഇത് പ്രതീക്ഷിച്ചതാണോ? അല്ല, BJPയിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു പരിപാടിയിൽ കസേര ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ കലഹമുണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് ബലിദാനികളുടെ പ്രസ്ഥാനം, സ്വന്തം വീട്ടിൽ പോലും അന്തിയുറങ്ങാൻ കഴിയാതെ കൊല്ലങ്ങളോളം വർഷങ്ങളോളം മറ്റു പല സ്ഥലത്തും മാറി താമസിക്കേണ്ടി വന്ന ഒരുപാട് ആളുകൾ, വ്യക്തികൾ നമ്മുടെ മുന്നിലുണ്ട്. സ്വന്തം ജീവിതം ഈ പ്രസ്ഥാനത്തിനായിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന യഥേഷ്ടം ആളുകൾ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അത്തരമൊരു പ്രസ്ഥാനത്തിൽ ഒരു പ്രോഗ്രാമിൽ തനിക്ക് കസേര ലഭിച്ചില്ല എന്ന് പറഞ്ഞ് കലഹമുണ്ടാക്കിയ ആളുകളെ സംബന്ധിച്ച് എന്ത് അഭിപ്രായം പറയാനാ? ഞങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിൽ വന്നത് ഏതെങ്കിലും സ്ഥാനങ്ങൾ മോഹിച്ചിട്ടില്ല. ഞാൻ 84-ലാണ് സംഘശാഖയിൽ വരുന്നത്. അന്ന് ഈ പ്രസ്ഥാനത്തിൽ ഒരു നഗരസഭാ കൗൺസിലർ പോലും ആവാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പ്രസ്ഥാനം എനിക്ക് തന്ന അംഗീകാരമാണ്. ഈ പ്രസ്ഥാനമാണ് കൃഷ്ണകുമാർ ആക്കിയത്. അത്തരമൊരു പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട് പുറത്തു പോകുന്ന ആളുകളെ സംബന്ധിച്ച് എന്തു പറയാനാ? മറ്റൊരാളെ പോലും സന്ദീപ് വാര്യർക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അല്ല, ചെത്തലൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് ആരും അറിയാതിരുന്ന സന്ദീപിനെ അറിയുന്ന ആളാക്കി മാറ്റിയതാരാ? ഈ പ്രസ്ഥാനമല്ലേ. ചാനൽ ചർച്ചകളിൽ അവസരം കൊടുത്ത്, വേദികളിൽ പ്രസംഗിക്കാൻ അവസരം കൊടുത്ത്, ഈ പ്രസ്ഥാനത്തിൻ്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഇതിൻ്റെ ഒരു നേതാവായി അംഗീകരിച്ച ശേഷം അവരെല്ലാം ചവിട്ടി മെതിച്ച് പോയ ആള് എങ്ങനെയാണ് മറ്റൊരു കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കുക? അവിടെ ഉള്ള ആളുകൾക്ക് കസേരയില്ല. K. മുരളീധരൻ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറഞ്ഞത്, കോട്ടക്കലിൽ ചികിത്സയ്ക്ക് വന്ന രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് കുതിരവട്ടത്ത് പോവാണ് നല്ലത് എന്നുള്ളത്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് മറക്കാൻ കഴിയുമോ? കോൺഗ്രസിനെ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ച് എല്ലാ സന്ദീപ് വിഴുങ്ങായിരിക്കും, ഒരു മണിക്കൂർ കൊണ്ട്. പക്ഷേ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് വിഴുങ്ങാൻ സാധിക്കുമോ? അംഗീകരിക്കില്ലല്ലോ. അതെ, ആദ്യഘട്ടത്തിൽ പറഞ്ഞ വിമർശനങ്ങളൊന്നും അല്ല ഇപ്പൊ പറയുന്നത്. ഇപ്പൊ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സന്ദീപ് വാര്യർ. അതാണ് നിലപാടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് എന്താ പറയുക? എനിക്ക് തോന്നുന്നത് തൂക്കി വിൽക്കാനായിട്ട് പല പാർട്ടികളെ സമീപിച്ചു. CPM-നെ സമീപിച്ചു, CPI-യെ സമീപിച്ചു. കൂടുതൽ വില നൽകിയ പാർട്ടിയിലേക്ക് പോയി. അത്രേ പറയാനുള്ളൂ. ഇതൊന്നും തെരഞ്ഞെടുപ്പിന് ഒരു തരത്തിലും ബാധിക്കില്ല. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾക്കറിയാം, ഈ പ്രസ്ഥാനത്തെ വഞ്ചിച്ചു പോകുന്ന ആളുകളുടെ പിന്നാലെ അയാളുടെ നിഴൽ പോലും ഉണ്ടാവില്ല. അത് കൃഷ്ണകുമാർ ആയാലും ശരി, ഇനി സന്ദീപ് വാര്യർ ആയാലും ശരി, ഏത് വ്യക്തികളായാലും ശരി. ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യം മുഴുവൻ ഉണ്ടല്ലോ. ഇത് സാധാരണപ്പെട്ട പ്രവർത്തകരുടെ വികാരമാണല്ലേ ഇപ്പൊ കൃഷ്ണകുമാർ പറഞ്ഞു? ഞാൻ ഇവിടെ പറഞ്ഞത് സാധാരണ പ്രവർത്തകരുടെ വികാരം. നാളെ കൃഷ്ണകുമാർ ഈ പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞാലും കൃഷ്ണകുമാരുടെ ഒറ്റയ്ക്ക് പോകാതല്ലാതെ കൃഷ്ണകുമാറോടെ പോകാൻ ഈ പ്രസ്ഥാനത്തിൽ ഒരു പ്രവർത്തകനും തയ്യാറാവില്ല. കാരണം ഞങ്ങളുടെ മാതൃസംഘടന ഞങ്ങളെല്ലാം പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ പഠിച്ച് വളർന്നതാണ്. വ്യക്തിപൂജയല്ല, വ്യക്തിയാധിഷ്ഠിതമല്ല ഈ പ്രസ്ഥാനം. ആദർശത്തിലും ആശയത്തിലും അധിഷ്ഠിതമായിട്ടാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ഗുരുവായിട്ട് കാണുന്നത് ആരെയാണ് ഈ മാതൃസംഘടനയിൽ പഠിപ്പിച്ചിട്ടുള്ളത്? പരമപവിത്ര ഭഗവത്ഗീതയെ, അല്ലാതെ ഏതെങ്കിലും വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലൂടെ വളർന്നു വന്ന ഞങ്ങൾക്കെല്ലാം മറ്റൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നൂറുകണക്കിന് ബലിദാനികളുണ്ട്. കണ്ണൂരും ഈ പാലക്കാടിൻ്റെ മണ്ണിലെല്ലാം നിരവധി ആളുകളുണ്ട്. സഞ്ജിത്തിനെയും ശ്രീനിവാസനെയും അതുപോലെ തന്നെ രാധാകൃഷ്ണനെയും മണികണ്ഠനെയും വിമലാദേവിയും രാധാകൃഷ്ണനെയൊക്കെ എങ്ങനെയാണ് മറന്നുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോകാൻ കഴിയുക? SDPIയുടെ പിന്തുണയല്ല കോൺഗ്രസ് തേടിയിരിക്കുന്നത്. PFIയുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള SDPIയുടെ
സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസൻ്റെയും കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന SDPIയുടെ പിന്തുണയുള്ള കോൺഗ്രസിലേക്കാണ് പോയിരിക്കുന്നത്. നമ്മുടെ ഒരു റിപ്പോർട്ടർ ഇതിനെ സംബന്ധിച്ച് സന്ദീപ് ചോദിച്ച സമയത്ത് അതിന് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? അവരുടെ വെള്ളിക്കാശിന് മുന്നിലല്ലേ തലകുനിച്ച് നിൽക്കുന്നത്. അവരുടെ വെള്ളിക്കാശിന് മുന്നിൽ വീണുപോയ ഒരാൾക്ക് എങ്ങനെ അതിന് മറുപടി പറയാൻ കഴിയും? 2 ദിവസം മുമ്പ് ബാംഗ്ലൂർ പോയത് എന്തിനാണെന്ന് അന്വേഷിക്കണം. മാധ്യമപ്രവർത്തകൻ അന്വേഷിച്ചാൽ അറിയാം. തൂക്കി വിൽപ്പനയ്ക്കായിട്ട് പോയത് ബാംഗ്ലൂരാണ്. സന്ദീപ് വാര്യരുടെ പോക്ക് ഒരു തരത്തിലും പാലക്കാട് വിജയത്തെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല 100 കണക്കിന് ബലിദാനികളെ വഞ്ചിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നിട്ടുള്ളത് എവിടെ നിന്നാണ് കൂടുതൽ പണം ലഭിക്കുക എന്ന ഒരു അന്വേഷണമായിരുന്നു സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ പോക്ക് എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ല. വിജയം NDAക്ക് തന്നെയായിരിക്കുമെന്നാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാർ പറഞ്ഞു വെക്കുന്നത്.